സംസാരിക്കാനെന്നാ. ഇന്ത്യയിൽ നിന്ന് വരുന്നു, ഭയങ്കര താടിയുണ്ട്, തലമുടിയുണ്ട്, ഷാളൊക്കെ പൊതിച്ചിട്ടുണ്ട്. ഇത് ഷാളൊക്കെ ചുമ്മയാണ് നമ്മൾ, കാരണം നമ്മളുടെ വിറയിൽ ഇത് കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഷാളാണ് നമ്മൾ പൊളച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വേഷമൊക്കെ ആണെങ്കിൽ ചുമ്മയൊക്കെ നിന്ന് പിന്നെ ചിരി മാത്രമേ, കുടവർ മാത്രമേ അനങ്ങുന്നതേ കാണും. അങ്ങനെയൊക്കെ പുറച്ചങ്ങനെ ഇരുമ്പോൾ ഈ വരും ദൂരെ നാളുകൾ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അടുത്തോട്ടൊന്നും വരത്തില്ല. ഇത് ഊരെ ഇരിക്കട്ടെ. ആണപ്പുറച്ചപ്പോഴായിട്ടുള്ള ഒരു മഹാമനുഷ്യനാണെന്ന് അവരെന്നെ തോന്നില്ല. പിന്നെ കുഴപ്പമില്ല, അടങ്ങി ഒതുങ്ങിയിരുന്നോ. എല്ലാം ചോദിച്ചു ഇയാൾ എന്ത് ചെയ്യും, ശവിക്കുമോ ശവിക്കുമെന്നൊക്കെ വെച്ച് ഇവരാരും ഒന്നും ചോദിച്ചത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. പിന്നെ ഈ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയല്ലേ, ഞാനിപ്പോഴും സബ്ജക്റ്റ് ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല. സബ്ജക്റ്റ് അവരാ പറയും. സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ TTC യോഗസൂത്രം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അത് പറയാം. മറ്റേ സബ്ജക്റ്റ് ഈ ഒരു ക്രൗഡിൻ്റെ മുമ്പ് പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ശാന്തമായി, ആൻഡ് ഇഫ് യു ഹാവ് സംതിങ് പ്ലീസ് ആസ്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുക. എന്ത് വരണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് വരും, പറയാൻ പറ്റുമോ, പറയാൻ പറ്റില്ല, എന്താ, അതൊന്നും പ്രശ്നമല്ല. നമ്മളവിടെ മര്യാദയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ വെപ്രാളം അവരുടെ ചോദിക്കാനുള്ള വെപ്രാളം അവരിങ്ങനെ ഇരിക്കാം. ഒരു ചോദ്യം തീരുന്നതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യനിൻ്റെ വെപ്രാളത്തിൽ നിൽക്കാം അടുത്ത ആൾ. ഇത് രണ്ടുപേരും കേൾക്കുന്നില്ല, ചോദിച്ച ആൾ ആൻസർ കേൾക്കുന്നില്ല. കാരണം അയാൾക്ക് ചോദ്യം ചോദിച്ചാൽ മതി. അടുത്ത ആൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഈ പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെ പലരും കേൾക്കുന്നില്ല, കുറച്ച് പേര് അതിൽ കേൾക്കും. എല്ലാവരും അവരവരുടെ ചോദ്യങ്ങളുമായിട്ടിരിക്കും. ഇത് പറയാം കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പറയാതിരിക്കുക. അപ്പോൾ നമുക്കെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ യാത്രയിൽ എനിക്ക് വന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഇവരുടെ ഒരു പ്രോബ്ലം എനിക്ക് അറിഞ്ഞൂടാന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയാമല്ലോ, എൻ്റെ പ്രശ്നം തീർന്നില്ല. വലിയ വേഷമൊക്കെ ഉണ്ട്, അറിഞ്ഞൂടാ. അപ്പം ഇവരെന്ത് ചോദിച്ചാലും അറിഞ്ഞണമെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയാനുള്ള ഒരു സന്മനസ്സോടുകൂടി ഞാൻ സുഖമായിട്ടിരിക്കുക. അതാണ് എൻ്റെ റിലാക്സേഷൻ. അറിയാമെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അറിഞ്ഞൂടാത്ത അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് വെള്ളമുണ്ടാക്കി അവിടെ കുളമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ ഇരിക്കും, സമാനമായിട്ടിരിക്കും. ഈ ചോദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ആ ചോദ്യത്തിനകത്ത് ആൻസർ ഉണ്ടാകും. ഇത് നമ്മൾ വെപ്രാളപ്പെട്ടുകൊണ്ടൊന്നും കാണത്തില്ല. ഒരു ക്വസ്റ്റ്യനും ആൻസറും ഇല്ലാത്തതാണ്, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായി കിടക്കുകയാണ് എങ്കിലും അതിൻ്റെ ആൻസറും. ക്വസ്റ്റ്യൻ ആൻസർ ആക്ച്വലി ഇല്ല. അതിൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിനകത്ത് ഏതോ അവരുടെ മൈൻഡിനകത്ത് ഒരു ആൻറ്റിസിപ്പേഷൻ ചെയ്ത ഒരു ആൻസറുണ്ട്. അത് കിട്ടിയാലാണ് ഇവർക്ക് തൃപ്തിയാവും. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, എല്ലാവരും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതാണ്. അവർക്ക് ഏതോ ഒരു ആൻസർ മനസ്സിൽ വെച്ചിട്ട് അതിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ, അത് ജെന്യുവൻ ക്വസ്റ്റ്യൻസ് പറ്റുന്ന സന്ദർഭത്തിൽ അവർ അതിനെ ഫ്രെയിം ചെയ്തെങ്കിൽ ഇട്ട് തന്നിട്ട് അതിൻ്റെ ആൻസർ കേട്ടോണ്ടിരിക്കും. ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോൾ അവർ റിലീഫായി, പിന്നെ അവർക്ക് റിലീസ് ചെയ്തു, പിന്നെ അവർക്ക് കേൾക്കുമ്പോഴും അവർ പൂർണ്ണമായിട്ട് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ പറയുന്നത് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ അടുത്ത സെൻറ്റൻസ് ആയിട്ടില്ല, ഇതിൽ ഓരോ വാക്കും വീഴുന്നത് അപ്പോൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് പോവുക. അവർ കേട്ടോണ്ടിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അത് കേൾക്കുകയല്ല, അവർ വേറൊരു പ്രോഗ്രാമിൽ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് റിലാക്സ്ഡ് ആയിരിക്കും. അവരിതിലല്ല നിൽക്കുന്നത്. നമുക്ക് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവർ അവിടെ അല്ല നിൽക്കുന്നത്. അപ്പോൾ അല്ല, അങ്ങനെയാണ് മൈൻഡ് അങ്ങനെ വെച്ചിരിക്കുക. നമ്മുടെ കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഈ ചോദ്യവും ഉത്തരവും ഉപയോഗമില്ലാതെ പോവുകയാണല്ലോ. അത് രണ്ടും പോകും. അതുകൊണ്ടാണ് why to become a question when you are the answer itself. Why to become a question when you are the answer itself. അത് നോക്കി ആൻസർ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അതിനൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നോക്കിയിട്ട് ആ ഫോർമാറ്റിൽ കിട്ടിയെങ്കിലേ മനസ്സിലാവുള്ളൂ എന്ന് അവർക്ക് തോന്നിക്കുന്നതുകൊണ്ട് അവർ ആ ക്വസ്റ്റ്യൻ ഇടുന്നു. എന്നിട്ട് അത് റിസീവ് ചെയ്യാനിരിക്കുന്നു. പക്ഷേ റിസീവിങ് എൻഡിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രോസസ്സ് ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന മൊത്തം സാധനം അവിടെ കിട്ടത്തില്ല. മൈൻഡ് പൂർണ്ണമായിട്ട് പറയുന്നതിലുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അത് അവർക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ മനസ്സിലാകും.
അത് മനസ്സിലാകുന്ന എപ്പോഴാണ് അവരുണ്ടാക്കിയിരിക്കുന്ന അവരുടെ ഇന്നർ ഒരു ഫോമറ്റ് ഉണ്ടല്ലോ, ഒരു ഫോം ഉണ്ടല്ലോ, ഒരു ഐഡിയ. ആ ഐഡിയ ആയിട്ട് സിങ്ക് ചെയ്യുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ്. ഇനി വേറൊരാൾ ചോദിച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരാൾ ചോദിച്ചാൽ ആൻസർ അയാൾക്കുള്ളതായിരിക്കും. ഒരു ആൻസർ ഇല്ല ഒരു കാര്യത്തിനും, ആൻസറേ ഇല്ല, ക്വസ്റ്റ്യനില്ല. എങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് കൊണ്ട് ആ ക്വസ്റ്റ്യനകത്ത് ആൻസർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യനകത്തൂടെ ആൻസർ അതിനകത്തുണ്ട്. ആൻസർ അങ്ങ് ഫ്ലാഷ് ചെയ്യും, അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനി ആൻസർ വരാതിരിക്കാം, ആൻസർ ഇല്ല, ആൻസർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? നമസ്കാരം, അതിനോടല്ല, ഈ ആൻസർ ഇല്ല, ഇല്ലാത്ത ആൻസർ. ഞാൻ സർവ്വ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ഒരു പാറ്റേണാണ് കിടക്കുന്നത്. കാരണം ഇങ്ങനെ കാണുന്നതുകൊണ്ട് ആൻസർ പറയും, ശരിയായിരിക്കാം ശരിയല്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻസർ ചെയ്തിട്ട് അവസാനമായപ്പോഴത്തേക്കും ഒരാളൊരു ചോദ്യമുണ്ട്, ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്തിന് ഈ പ്രപഞ്ചം ഉണ്ടായി വീട്ടിൽ പോയി ചോദിക്കാം. അത് പ്രൊവക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്തിന് ഈ പ്രപഞ്ചം ഉണ്ടായില്ല നമുക്കറിഞ്ഞൂടല്ലോ, നമുക്കറിഞ്ഞൂടോ. അതുവരെയുള്ള എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിരിക്കുക. ഈ ചോദ്യം ഇങ്ങനെ വന്നോണ്ട് ഞാൻ എണ്ണിച്ച് നമസ്കരിച്ച് I don't know. അതിനകത്ത് രഥവൻ്റെ ഓണസ്റ്റി അറിഞ്ഞോളൂ, അറിയാമോ? ദൈവത്തിനെ ഒരു ചിലപ്പോൾ അറിഞ്ഞൂടെ, അങ്ങനെ അറിഞ്ഞോളത്തിന് ചോദ്യം. അപ്പം അവിടെ കിടന്ന് നമ്മൾ കസർത്ത് കാണിച്ചിട്ട് അവരെ വീണ്ടും ഫർദറായിട്ട് മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സറണ്ടർ ചെയ്യുക. എനിക്ക് അറിഞ്ഞൂടാതെ ഞാൻ അങ്ങനെ എണ്ണിച്ച് ഞാൻ നമസ്കരിച്ച ഉടനെ ആ ആള് ഭയങ്കര ലാഫ്റ്ററായി. കാരണം സത്യമാണ് ഞാൻ ചെയ്തത്. ഭയങ്കര ഒരു ലാഫ്റ്ററായി, എല്ലാവരും അങ്ങ് ചിരിക്കാൻ തുടങ്ങി. സത്യമല്ലേ? അങ്ങനെ ചില സത്യങ്ങളുണ്ട്, ആ സത്യത്തിന് ആൻസർ ഇല്ല. ഈ ചോദിച്ച ആളിൻ്റെ ആണ് എൻവിസേജ് ചെയ്തതിന് തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് പോകണമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അയക്ക്? അത് വരാം, അത് ഓപ്പോസിറ്റ് വരാൻ അയാൾ റിജക്റ്റ് ചെയ്യുമല്ലോ, അയാൾക്ക് എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അയാളത് സാധാരണ വേറൊരു ലെവലിൽ വീണ്ടും ഫർദർ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു സംഭവം എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആത്മകഥ, എന്താ ആത്മകഥ വളരെ നമ്മുടെ ആത്മാവിൻ്റെ സംഭവം. അതിന് ചിലപ്പോൾ ഈ പ്രകൃതി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ ഉണ്ട്. പ്രകൃതി എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനിൽ എനിക്ക് അങ്ങനെ വരത്തേയില്ല. അല്ല, അത് ഈ പുസ്തകമല്ലേ, ഈ സബ്ജക്റ്റ് നടത്തി. ബുദ്ധിപരമായ ചോദ്യങ്ങളല്ല, അയാൾക്ക് ഒരു ആവശ്യമുള്ള ചോദ്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, ചോദ്യം പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആൻസറിൻ്റെ ആംഗിളും ആ ക്വസ്റ്റ്യനെ അല്ല ആൻസർ ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യനേറെയാണ് ആൻസർ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യും. ആ വ്യക്തിക്കാണ് ഞാൻ ആൻസർ പറയുന്നത്, അതുകൊണ്ട് അയാൾ സാറ്റിസ്ഫൈഡ് ആവും. അയാൾ വരുന്ന ഒരു റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. ആ റൂട്ട് കണ്ടിട്ട് ആ റൂട്ടിന് ആൻസർ ചെയ്യും. അപ്പോൾ പിന്നെ ഒന്ന് ഫർദറായിട്ടൊന്നും സാധാരണ രീതിയിൽ പറയാൻ പറ്റില്ല. പിന്നെ ഒരിക്കൽ അങ്ങനെ ഉണ്ടായി, 2 ജേർണലിസ്റ്റ്, ഇപ്പോൾ എനിക്ക് അഹങ്കാരം പറയുന്നതാണ്, പക്ഷേ പറയാൻ ഞാൻ ഒരു വലിയ സംഘം അതിനകത്ത് പല സ്ഥലത്തു നിന്ന് ഇറ്റലിയിലായി സംബന്ധിച്ച് കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ അവിടെ നിറച്ച ആളുകളുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇന്ത്യൻ മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഗ്യാതറിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കാം. പലരും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നൊക്കെ മറുപടിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് യുവന്മാരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വലിയ ബേസിൻ, ഈ ഗ്ലാസ് ഒരു ഉരുളി പോലെ ഒരു സാധനം ഗ്ലാസ്സിൽ ഉള്ളത്, അതിനകത്ത് കുറച്ച് ഈ ക്യാൻഡിൽസ് ഇല്ലേ, കപ്പ് ക്യാൻഡിൽസ്, അതുപോലെ ആ കപ്പ് ക്യാൻഡിൽസ് അതിനകത്ത് കത്തിച്ച് ഇങ്ങനെ വേണം. അപ്പോൾ അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നടക്കും, നല്ല രസമാണ്.
എൻ്റെ പുറകിൽ ഇരിക്കും. ഇവരിങ്ങനെ വെച്ച് ചോദ്യം ചോദിക്കുക. ചോദ്യം ഇയാൾ പലതും ചോദിച്ച് പലതുമൊക്കെ പറഞ്ഞ അവസാനം ഈ ജേർണലിസ്റ്റ് ഞാൻ പറഞ്ഞ കുടുംബയോഗമാണ് അന്ന് അവർ പ്രപ്പോസ് ചെയ്ത സബ്ജക്റ്റ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫയറിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം ഫയർ എലമെൻറ്റിൻ്റെ പ്രാക്ടീസ് നിങ്ങൾ പറയുന്നു ഈ എലമെൻറ്റിൻ്റെ പ്രാക്ടീസ് കൊണ്ട് ഇന്ന ഗുണങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ വിശ്വസിച്ചത് കൊണ്ട് ഇത് ആൻസർ ശരിയാവണമെന്നില്ല. വേണമെങ്കിൽ എനിക്ക് നല്ല ക്വസ്റ്റ്യനാണ് ജേർണലിസ്റ്റ്, ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ വിശ്വസിച്ചത് കൊണ്ട് ഇത് ആൻസർ ശരിയാവണമെന്നില്ല എന്ന്. അപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് അത് സാധാരണ അങ്ങനെ തോന്നിക്കും. ആ പേരിൽ തോന്നിക്കുക അവരുടെ എണ്ണം കുറച്ചുകൂടെ അവരുടെ എണ്ണം. അപ്പം എനിക്ക് തോന്നി ഇവൻ ഇത് ഈ പറയുന്നത് നമ്മുടെ ഒരു ഭയങ്കര ട്രഡീഷണൽ ഇവൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എത്രയോ വർഷം 2300, 400, 500 സാന്തിയിലെ കിടക്കുകയായിരുന്നു. അത്രയും കാലം ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇവന് ഇത് പറയണത് ശരിയാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു ശരി എന്നാൽ നമുക്ക് നോക്കാം. അങ്ങനെ മൈൻഡിൽ ആൻസർ അല്ല വന്നത്. ഓക്കെ ലെറ്റ് us try എന്നാ വന്നത്. അത് അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ സിറ്റ് കംഫർട്ടബിളി then we started practice. അപ്പോൾ ഫയർ ഈ അഗ്നിസാര ക്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയ യോഗത്തിലുണ്ട്. അത് ഭയങ്കരമായിട്ട് ഫയർ ജ്വലിപ്പിക്കുന്ന ഒരു പ്രാക്ടീസ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി, ആവശ്യമില്ലാത്ത സ്ഥലത്ത്. പക്ഷേ എനിക്കെന്തോ അന്നത്തെ യങ് മൈൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നു അഗ്നിസാര ക്രിയ വിത്ത് അത് അങ്ങനെ കോമ്പിനേഷൻ ഭയങ്കര സ്ട്രേഞ്ച് കോമ്പിനേഷനാണ്. ഈ നിങ്ങൾ പഠിക്കുക കുണ്ടലിനി യോഗത്തിൻ്റെ ഈ മണിപ്പൂർ ചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്ന രാ എന്ന ആ രായുടെ ഒരു ഓൾട്ടേഡ് സബ്ലിമേറ്റഡ് ഫോം എന്ന് പറയുന്ന രാ എന്ന വിസർഗം എന്ന് പറയുന്നത്. അതുപോലെ ഈ രാ എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്ലിമേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ രാ എന്ന അടി കണ്ടില്ലേ പറയുമ്പോൾ രാ എന്ന. അപ്പോൾ നേവൽ സെൻ്ററാണ് അഗ്നിയുടെ പാർട്ട്. അപ്പോൾ ഓക്കെ ലെറ്റ്സ് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത് നേവലകത്തോട്ട് പോകും. നേവലാണ് ഫയറിൻ്റെ സീറ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്ട്രേഞ്ച് കോമ്പിനേഷൻ പെട്ടെന്ന് അപ്പോൾ മനസ്സിൽ വന്നു. ഓക്കെ ലെറ്റ്സ് ട്രൈ. എല്ലാവരും ഇരുന്ന് ഈ പ്രാക്ടീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ ആളുകൾ കസേരകളിലും കുറച്ച് പ്രായമുള്ള പിന്നെ ആളുകൾക്ക് തറയിലിരും. ഞാൻ ഈ പ്രാക്ടീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കണ്ണടച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. പെട്ടെന്നൊരു വെടി വെട്ടുമ്പോൾ ഒരു ശബ്ദം എന്തിനാണ് ഈ ഇരുന്ന് കിണ്ണാം ഇതിലുണ്ടല്ലോ ഉരുളി പടയെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തു. പടയെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ശബ്ദം കേട്ടോണ്ട് പുറയിലിരുന്ന ഒരു അമ്മച്ചി ഇരുന്ന കസേര ഇങ്ങനെ ആയപ്പോൾ കസേരയുടെ കാലൊടിച്ച് അമ്മച്ചി പറന്ന് വന്ന് മുമ്പേ ഇരുന്ന ആളുടെ തലയിൽ കൂടെ വീണു. അയാൾ ചാടി അതിൻ്റെ മുമ്പ് അങ്ങനെ അതിനകത്ത് മൊത്തത്തിൽ പാനിക്കായി. ചുമ്മാ ഞാനിത് ചെയ്തുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഡ്രാമ എന്നുണ്ടാവും. അത് ചൂടടിച്ചിട്ടായിരിക്കും. ഇതിനകത്ത് ഈ കത്തിച്ചിട്ടിരിക്കുകയല്ലേ, അതിനകത്ത് ഈ കപ്റ്റാൻ്റെ ഇഷ്ടം പോലെ കത്തിച്ചിട്ടിരിക്കുകയല്ലേ വെള്ളത്തിൽ കളിച്ച്. ഞാൻ ഒന്നും എനിക്ക് സ്പോണ്ടേനിയസ് അങ്ങനെ തോന്നിച്ചു. അഗ്നിസാര ക്രിയ അതെല്ലാം എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇത് പൊട്ടണോ ഇല്ലെന്ന് നമ്മുടെ ഇന്റൻഷനിലേ ഇല്ലല്ലോ. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു. എൻ്റെ മനസ്സിലൊന്നുമില്ല, ഈ പ്രാക്ടീസ് മാത്രമേ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ എന്നാണ് പറഞ്ഞത്. എന്ന് മനസ്സിൽ തോന്നിച്ചോ അത് ഞാൻ ഉറക്കെ പറഞ്ഞിട്ട് ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ഓൺ ദ വേ ഇങ്ങനെ സംഭവിച്ചു. അമ്മച്ചിയാണ് തോന്നുന്നു എടുത്ത് അവിടെ ഇന്നിടത്തുനിന്ന് കാസേര ഒടിഞ്ഞ് മുമ്പിരുന്ന് എൻ്റെ തലയിൽ കൂടെ വീണ്. അവൻ ഭയങ്കര മെഡിറ്റേഷനിൽ ഇരിക്കുകയല്ലേ, അവൻ ഒരു സ്ക്രീൻ ചെയ്തിട്ട് അവൻ എടുത്ത് ചാടി എല്ലാവരും കൂടെ കിടന്നു. എന്തോ ഭയങ്കര കൊടുങ്കാറ്റടിച്ചതുപോലെ അല്ലെങ്കിൽ ഭൂമി കൊടുക്കണമെന്നൊക്കെ ലാഭ പൊട്ടിയതുപോലെ അതിനകത്ത് ഉഗ്ര പാനിക് ഞാൻ ഉണ്ടാകാതിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ അങ്ങനെ ഒരു ഐഡിയയെ പാടില്ല, അങ്ങനെ ഒരു ചിന്ത തന്നെ എനിക്ക് പാടില്ല.
ഇപ്പം ഞാൻ പൊട്ടിച്ചതൊന്നും അല്ല, പക്ഷെ എങ്കിലും അങ്ങനെ അങ്ങനെ അപ്പോൾ അതൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉണ്ടാതായിട്ട് കംപ്ലീറ്റ് പാനിക് ഫയർ. ആ ഹോൾ ഗ്രൂപ്പിനകത്ത് ഭയങ്കര ഒരു വാർ പോലെ ഒരു ഫയറായി. ഞാൻ ചുമ്മാ മര്യാദയ്ക്ക് ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ചിന്ത വന്നു പോയതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനൊരു സന്ദർഭം. അങ്ങനെ പലപ്പോഴും ഇതുപോലെയൊക്കെയുള്ള ആ പാട്ട് പെട്ടി പൊട്ടിപ്പോയതിന് അന്നേരം എന്താ ചെയ്തത്? അന്ന് ഞാൻ ഇൻറ്റൻഷൻ വെക്കാം. അത് അത് അങ്ങനെ അത് ഈ ചാനലിങ് പോലെ ടെക്നിക്കൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ വെറുതെ എനിക്ക് പറഞ്ഞ ആവശ്യമില്ലാത്തൊരു സൈഡാണ്. എങ്കിലും ഇതൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഞങ്ങൾ കൊടജാദ്രിയിൽ ഇവിടുന്ന് വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്കാണെങ്കിലായാലും ഇങ്ങനെ ഒരു 8 ഇന്ത്യൻ പയ്യന്മാർ, പിന്നെ വിദേശികളുടെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെല്ലാം ഒരു 10 രൂപ നേരെ കൊടജാദ്രി മലയിൽ കയറിയിട്ട് സർവജ്ഞ വീട് പീക്കിൽ പോയിട്ടുണ്ടോ? നല്ല സ്ഥലമാണ്. ഇപ്പോൾ അതൊക്കെ കാണുന്ന ഈ അടുത്ത അവിടെ പോകും. ഞാൻ ഗുജറാത്തിൽ പോയില്ല, അന്ന് നമ്മൾ പോയത് തന്നെ അവസാനം. അപ്പോൾ അവിടെ ഫെൻസ് ചെയ്തോ, അത് നല്ല അങ്ങോട്ട് ചക്രവാളം വരെ നമുക്ക് കാണാം. ഇത് പീക്കാണ്. ശങ്കരാചാര്യർ അവിടെ ഇരുന്നു എന്ന് തപസ് ചെയ്തു എന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്ന ഒരു പീക്കാണ്. അതിൻ്റെ മുകളിലാണ് ഒരു ചെറിയ മണ്ഡപമൊക്കെ ഉണ്ട്, കൽമണ്ഡപം. അപ്പം ഞങ്ങളവിടെ വൈകുന്നേരം മെഡിറ്റേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് വലിയ എക്സ്പീരിയൻസിന് വേണ്ടി ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കാറ്റിങ്ങനെ ഭയങ്കര ആഞ്ഞടിക്കുകയാണ്, ഭയങ്കര ശബ്ദത്തോട് ഇങ്ങനെ വരും. ദൂരേന്ന് കാറ്റ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ നമ്മളെ കിടന്നുണ്ട്. പിന്നെ ഒരു സൈലൻസ് വരും, പിന്നെ അടുത്ത കാറ്റ് വരും, അതിങ്ങനെ ആഞ്ഞടിച്ച് ആ കാറ്റങ്ങ് പോകും, തണുത്ത കാറ്റ്. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഒരു സൈലൻസ് വരും. അപ്പോൾ ഈ സൈലൻസിലോട്ട് മൈൻഡും അറിയാതെ സൈലൻസിലോട്ട് പോയി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മെഡിറ്റേറ്റ് ചെയ്യേണ്ട, ചുമ്മാ ഇരുന്നാണ്. ഇങ്ങനത്തെ ഒരു അതിമനോഹരമായ സ്ഥലമാണ്. സൈലൻസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുക ആർക്ക് പോയാലും. അങ്ങനെ ഈവനിങ് സൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പോയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രകൃതി തന്നെ നമ്മളൊരു മെഡിറ്റേറ്റീവ് മൂഡിൽ എത്തിക്കുന്ന സ്ഥലം. അപ്പോൾ കാണാൻ കുറേ കാളയിൽ, കർണാടകയിലൊക്കെ എവിടെയുള്ള കാളയിലുള്ള കുറേ പിള്ളേരെ, അവരും കാളയിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, കുറേ ആമ്പിളരും പമ്പുടനെല്ലാം കൂടെ വലിയ പാട്ട് പെട്ടി കയറ്റാൻ വലിയ മറ്റേ സാധനം ഉണ്ടല്ലോ, ബോക്സ്, ഇതെല്ലാം ചുമന്ന് പ്രശാന്തിരി കയറിയിരിക്കണം. എന്നൊരു ആഘോഷിക്കുന്നു. കുറേ പെമ്പിള്ളേരുണ്ട്, കാളെ പിടിക്കുന്ന പിള്ളേരാണ്. അതുപോലെ കുറേ പയ്യന്മാർ പാട്ട് പെട്ടി എല്ലാം എടുത്തുകൊണ്ടുവന്ന് മറ്റേ ബാറ്ററി എല്ലാം കൊണ്ടുവന്ന് എല്ലാം വെച്ചിട്ട് വൈകുന്നേരം അവിടെ ഭയങ്കര സൗണ്ടിൽ ഇത് ആൺ ചെയ്താൽ ഇട്ടിട്ട് അവർ ഡാൻസ് ചെയ്യും. അതാണ് അവരുടെ ഉദ്ദേശം. നമ്മളിവിടുന്ന് എവിടുന്നോ ഒക്കെ നാട്ടിൽ കിടക്കുന്ന ലോകത്ത് പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് അവിടെ കയറി ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊടുത്തതായിരുന്നു. അവിടെ ചെന്ന അവസാനം എല്ലാം കുളമാണ്. ഇവർ കിഴക്കുവശത്ത് ആ ചെറിയ കലമണ്ഡപത്തിൻ്റെ കിഴക്കുവശത്ത്, ഞങ്ങൾ പടിഞ്ഞാറ് വശത്ത് സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കും. ഇവർ സൺസെറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നേ ഇല്ല. അവിടെ ആളുകൾ പോകുന്ന ആ സൺസെറ്റിന് അവിടെ ഇരുന്ന് ശാന്തമായി ഇരിക്കാൻ നമുക്ക്. ഇവർ ഇതിൻ്റെ കിഴക്കേ വശത്ത് കുറച്ച് ഒക്കെ അടിച്ചിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് ഭയങ്കര പാട്ട് വെക്കുന്നതാണ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ബാറ്ററി വെച്ച് പാട്ട് വെട്ടിയൊക്കെ വെച്ച് ഭയങ്കര ആ ദിവസം തീർന്നു. നമ്മൾ അടുത്ത ദിവസം ഇറങ്ങണം. എല്ലാ പരിപാടിയും കുളമാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലത്ത് ആളുകൾ പോകുന്നത്, കൊണ്ട് കാലത്തെ ആളുകൾ പോകുന്നത് ഈ മെഡിറ്റേറ്റ് ചെയ്യാനാണ്. ആ സ്ഥലത്ത് ഇതായിപ്പോയി പരിപാടി. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ എവിടെ നോക്ക് പല ലോകത്തുള്ള പല ആളുകളാണ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എല്ലാം പൊളിച്ച് ഇതുപോലുള്ളൊരു സ്ഥലത്താണ് ഇയാളെ കൊണ്ടുവന്ന് വൈകുന്നേരം നമ്മളെ കൊണ്ട് ക്യാച്ച് ചെയ്തു എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ നമ്മൾക്കതൊരു ചെറിയൊരു ശരിയേട് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് അത് വന്നു. ഞാൻ നോക്കി ഇരുന്നിട്ട് പോണില്ല. എൻ്റെ ഈ ഹാർട്ട് ഫീലിംഗ്. അപ്പോൾ ഇവൻ പുറവശത്താണ്, നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുക. കുറച്ച് ഇതിനെന്തെങ്കിലും ചെയ്യണം ഇന്നത്തെ തോന്നൽ, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അങ്ങോട്ട് ആയില്ല. പക്ഷെ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യും. അതൊരു സംഭവം. എന്താണ് ഫ്ലാഷ് ചെയ്യുന്നത് വെച്ചാൽ ചാനലിങ് നിങ്ങൾ പഠിക്കും. ചാനലിങ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ളതല്ല. എങ്കിലും ഇവരുടെയൊക്കെ മൈൻഡൊന്ന് മാറാൻ വേണ്ടി ചാനൽ ചെയ്യണം. ആ ഐഡിയ ഉണ്ട്. എങ്കിലും ഈ ശബ്ദമൊന്നും നിന്നെങ്കിലും ബാക്കി വേറെ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഇതൊക്കെ
ഇത് അതുകൊണ്ടായിരിക്കത്തില്ല നടന്നിട്ടുള്ളത്, എന്നാലും അങ്ങനെ നടന്നു. അതാണ് എൻ്റെ സത്യം. ഞാൻ ഈ ശാസ്ത്രത്തിന് എൻ്റെ ജീവനെ പിടിച്ചു. എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ ജീവൻ, എൻ്റെ ബ്രത്തിനെ പിടിച്ചിട്ട് ഈ ചാനലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്, ശക്തിപാതം എന്ന് പറയുന്ന പറഞ്ഞൊരു സ്കീം, അങ്ങനെ അതിനെ എടുത്തിട്ട് എൻ്റെ ഹാർട്ട് സെൻ്റർ ലവ് ആൻഡ് കമ്പാഷൻ്റെ സ്ഥലമാണ്. അതാണ് ഇവരുടെ മൈൻഡൊന്ന് മാറ്റണേ ഭഗവാൻ എന്ന് പറഞ്ഞു. ഇവർക്കൊരു എക്സ്പീരിയൻസ് കൊടുത്ത് ഇവരുടെ മൈൻഡൊന്ന് മാറ്റണേ, പ്രകൃതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അത് ചെയ്യാം, അതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് ഉറപ്പിച്ച് ശ്വാസം അങ്ങ് നെഞ്ചിലെടുത്ത് അങ്ങ് ഹോൾഡ് ചെയ്തു. അങ്ങ് ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവൻ്റെ പാട്ട് പെട്ടിക്കാത്തോട്ട് ഇങ്ങനെ ചാനൽ ചെയ്യുന്ന സൂക്ഷ്മമായിട്ട് ആ പാട്ട് പെട്ടിയിലേക്ക് ഇങ്ങനെ വിട്ടു. ഒരു 4 ചാനൽ കഴിഞ്ഞാൽ പട്ടിട്ടും പറയാൻ കൊള്ളാത്ത കാര്യം നാലത്തെ പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവന് പെട്ടിയങ്ങ് നിന്ന് പാട്ട് കയറും. ഭയങ്കര ഈ പാട്ട് വലിയ ആവശ്യമായിരുന്നു ഈ സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അതെനിക്ക് ആദ്യം അറിയില്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും പെട്ടെന്ന് ഈ ഭയങ്കര ഈ പാട്ടിൻ്റെ മുടക്കം കയറുന്ന സൈലൻസ് വന്നപ്പോൾ ഇവർ തന്നെ അങ്ങ് സർപ്രൈസ്ഡായി കാണും. എനിക്ക് പെട്ടെന്ന് ഭയങ്കര റിപ്പൻഡൻസ് വന്നു. കാരണം ഇതൊന്നും ആവശ്യമില്ലാതെ ഏതായാലും ഞാനങ്ങനെ ചിന്തിച്ചതേ തെറ്റ്. ഞാൻ ചെയ്തുകൊണ്ടായിരിക്കില്ല ഇത് സംഭവിച്ചത്. ഏതായാലും പ്രകൃതി എന്തൊന്നും ചെയ്തു, അത് നിന്നു, അങ്ങനെ തന്നെ എടുത്തു. എങ്കിലും ഞാനതിനൊരു അങ്ങനെ ചിന്തിച്ചതേ തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞ് ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ കൽപ്പിച്ചു. ഇനി അങ്ങനെ ആവർത്തിക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത് എന്നുള്ളത്. ഇത് ഞാൻ ചെയ്തതും ആ നടന്നതുമായിട്ട് ബന്ധമൊന്നും കാണത്തില്ല, അങ്ങനെ ഞാൻ എടുക്കുന്നില്ല. എങ്ങനെ കോയിൻസൈഡ് ചെയ്ത് അതായത് ഇത് രണ്ടും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമൊന്നും ചെയ്യാനില്ല. ഈ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അവരുടെ വൈകുന്നേരം പോയി. അപ്പോൾ ഇവന്മാർ കുറേ വിദേശികളൊക്കെ ഇരിക്കില്ല, അങ്ങോട്ട് നോക്കി പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവന്മാർ ഓരോരുത്തരായിട്ട് അവിടെ വന്ന് കയറി. അപ്പോൾ അത് കൊള്ളാമല്ല, ഇവന്മാരെല്ലാം അവിടെ ഇരുന്നു. ഇവന്മാരെല്ലാം ഇരുന്നിട്ട് സൂര്യനെ കാണാൻ തുടങ്ങി. സൂര്യൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം, ഭയങ്കര അതിമനോഹരമായ എക്സ്പീരിയൻസാണ്. സൂര്യൻ ഇങ്ങനെ സെറ്റിങ് സമയത്തിന് മുമ്പ് ഇങ്ങനെ ക്രൗഡ് ഈ സൈലൻസിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കാറ്റിങ്ങനെ അടിക്കാൻ പോകും. ആ സൈലൻസിനകത്ത് ആണ് ഇത് കാണുന്നത്. ഈ സൂര്യൻ ഇങ്ങനെ സിങ്ക് ചെയ്യും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഈ വന്ന പിള്ളേർ അത്രയും അവസാനം ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് അവസാനം ഈ സൺസെറ്റ് കണ്ട് ഇവരെല്ലാം അവിടെ ഇരുന്ന് പിന്നെ സാമീപ്യത്തിൽ രണ്ട് വാക്കൊക്കെ പറയാമെന്ന് എന്തൊരു മാജിക് പോലെ അവർക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പം അത് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള എന്തോ ഒരു ഭാഗ്യം ഉണ്ടായത് കൊണ്ട് പ്രകൃതി അതിന് ഇവരുടെ പാട്ട് പെട്ടി ഇല്ലെങ്കിൽ ഈ ഇൻറ്റൻസ് എക്സ്പീരിയൻസ് വരത്തേ ഇല്ല. അതുകൊണ്ട് അവർ തന്നെ വെട്ടി കൊണ്ടുവന്ന് അതിനെ അവർ വെച്ച് അവർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പെട്ടി ഓഫായി അങ്ങനെ എന്തൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അവർ മാറിപ്പോയി. പിന്നെ പല പിള്ളേരും നമ്മളെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോയി. അവർക്കൊരു ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലൊരു സംഭവം അങ്ങനെ സംഭവിച്ചു. അവിടെ ചെന്ന് കുഴപ്പം കാണിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട്? അങ്ങനെ ഉണ്ട്. അവിടെ ഒരുപാട് ചരിത്രമുണ്ട്. അത് പല ആളുകളുടെ കേസ് കല്ലൊക്കെ വെട്ടി കൊണ്ടുപോയവരുടെ ചരിത്രമൊക്കെ അവിടെ ഈ ഒരുതരം ഓറുണ്ട്. എന്താണെന്ന് എന്തോ ഒരു ആ സ്ഥലത്തെ കല്ലുകൾക്ക് ഒരു പ്രത്യേക എന്തോ ആണ്. ഗോൾഡാണോ? ഗോൾഡായിരിക്കില്ല, എന്തോ ഒരു മെറ്റലോ മെറ്റലോ ഇതാണ്. എന്താണ് നമ്മളെ ഈ രസമില്ലേ, രസം മെർക്കുറിയുടെ ഓറാണ് അതുള്ളതെന്ന് പറയും. അപ്പോൾ അത് ആ പാറ ഏതോ ഒരു സായിപ്പ് വന്ന് ഈ സാധനത്തിന് ഏതോ കോൺട്രാക്റ്റൊക്കെ അതിങ്ങനെ പിടിച്ചിട്ട് ഈ പാറ വലിയ പാറകളായിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊണ്ടുപോകാൻ. ഏതായിരുന്നല്ല അങ്ങനെ അവിടെ കുറേ പൈല് ഇപ്പോഴും പോയാൽ നമുക്ക് കാണാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട്. അവർക്ക് എടുത്തോണ്ടൊന്നും പോകാൻ പറ്റില്ല. ഇയാൾ പോണ വഴിക്ക് എന്തോ ആക്സിഡൻ്റ് ആയി അയാളുടെ ഫാമിലി മൊത്തം പോയി. ആ ജീപ്പോടെ കൊക്കയിലേക്ക് പോയി. പിന്നെ ആരും അതിൽ തൊട്ടിട്ടില്ല. അതിപ്പോഴും അങ്ങനെ പോയി. അതവിടെ ഇരിപ്പുണ്ട്. ഇത് കഥ കൊടുക്കാത്തില്ല ആളെന്ന് പറയുന്നത് നമുക്ക് കാണാം. ഈ സാധനം കിടക്കും. അങ്ങനെ പലയിടത്തും നല്ല സംഭവങ്ങളുണ്ട്.
അത് നമുക്ക് റാഷണലായിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ചൂടൊന്നുമില്ല. പക്ഷേ കൊച്ചു കൊച്ചു കേസുകളുണ്ട്. കുറേ ആളുകൾ ഒരാളിൽ നിന്ന് നമുക്ക് തന്നെ പരിചയമുള്ളതല്ലേ, അവിടെ ചെന്ന് ഡാൻസ് കളിച്ച് മോശമാക്കി മാഡായിട്ട് തിരിച്ചു വന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന ആളുകളുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എന്തൊക്കെ കുറേ ഹിസ്റ്ററീസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ആ വഴിയിൽ നിന്ന് സഞ്ചരിക്കാതിരിക്കാം. അറിയാതെ പോലും ഈ അഹങ്കാരമാണ് ഇത്. അന്നങ്ങനെ അറിഞ്ഞുകൂടാ, അന്ന് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണോ. പക്ഷേ ലാസ്റ്റ് വർക്ക്ഷോപ്പ് നല്ല ശാന്തമായിരുന്നല്ലോ അവിടെ അന്ന്. നമ്മൾ പോയതല്ലേ, അതാണ് ലാസ്റ്റ്. നല്ല സന്തോഷമല്ല. ഇങ്ങനെയൊക്കെ ചെയ്താല് വീഡിയോ ചെയ്യുന്നല്ല പറഞ്ഞത്, കാര്യം എന്നിട്ട് ചെയ്താൽ ജീവനുള്ള ശക്തിയാവും. എങ്ങനെ ഇപ്പൊ ഒരു ജീവനില്ലാത്ത സാധനമാണല്ലോ, ജീവനുള്ള എന്തെങ്കിലും സാധനം ചെയ്താൽ അങ്ങനെ ഉണ്ട്. മൈൻഡിൻ്റെ ഒരു സംഭവം ഉണ്ട്, അത് എന്തോ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെയൊക്കെ മാറും. അങ്ങനെ നല്ലത് ചെയ്യുമ്പോൾ മറ്റൊരു ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഒരുത്തൻ വിഷമിച്ചിരിക്കുമ്പോൾ അവന് സമ്മാനം കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു അഗ്രസീവായി നിൽക്കുന്നതിന് സമ്മാനം കൊടുക്കണമെന്ന് വിചാരിക്കും. നമുക്ക് എന്തെങ്കിലും ഗെയിം ഉണ്ടാകുന്നത് പോലെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിന് പോരട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വരും. ചെയ്താലുള്ള കുഴപ്പം ഇങ്ങനെയൊക്കെ വരും. വൃത്തികേടുകൾ ഒരു ഇങ്ങനെ ഒണ്ണാക്ഷരത വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് തോന്നി നമ്മളാണ് ഇതിൻ്റെ നീ എന്താ, ഞാൻ വിചാരിച്ച എന്താണെങ്കിൽ നടക്കും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നതോടുകൂടി അവൻ്റെ കാര്യങ്ങൾ ഇതാ നമ്മൾ ചില ഇവിടുത്തെ ചിലപ്പോൾ കട്ടപ്പോഹ അതൊക്കെ വലിയ അപകടം പിടിച്ച വഴിയാണ്. അങ്ങനെ നമുക്ക് അറിവില്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേ നമ്മളല്ല ഇതുണ്ട്, നമ്മൾ ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഫാക്റ്റാണ്. അതിന് ഇങ്ങനെ ചിന്ത നമുക്കും ഉണ്ടായി എന്നുള്ളൊരു ഫാക്റ്റാണ്. അത് ശരിയാണ്. പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ആ ഒരു പീരീഡിൽ ഇങ്ങനെയൊക്കെ പലതും ഞാൻ കണ്ടു. അതെന്താ എന്തോ ഒരു സംഭവമാണ്. അതെന്താ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അത് നമ്മൾ യോഗസൂത്രത്തിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഇതിനെക്കുറിച്ചാണ്. വിഭൂതിവാദം എന്ന് പറയും.